بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയ മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖം സന്തോഷമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 167 നബഅ സൂറത്തിൽ നിന്നുള്ള 31-ാമത്തെ ആയത്ത് മുതൽക്ക് എടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅനാബാ كواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. 10 ആയത്തുകളാണ് ഓതി വെച്ചത്. 40-ാമത്തെ ആയത്ത് വരെ. 40 ആയാൽ നബഅ സൂറത്ത് അവസാനിച്ചു. അപ്പൊ 30 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് ഓതി വെച്ചത്. ഇതിന്റെ വിശദീകരണം പറയാം, ഒറ്റവാക്കർത്ഥങ്ങൾ. ഇവിടെ പറയാൻ പോകുന്നത് ഇതുവരെ നമ്മൾ അവിശ്വാസികളെ സംബന്ധിച്ചും അവർക്കുള്ള പരലോകത്തുള്ള അദാബുകളെ സംബന്ധിച്ചുമാണ് പറഞ്ഞത്. ഇനി പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങളായ ആളുകൾ, അബ്റാറുകൾ, അള്ളാഹുവിന്റെ സാലിഹ്യങ്ങളായ സജ്ജനങ്ങൾ, അവർക്ക് കിട്ടുന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, ബഹുമതികൾ എന്തൊക്കെയാണ് ആഖിറത്തിൽ എന്നുള്ളതാണ് പറയുന്നത്. അവർക്ക് സുഖസുന്ദരമായ ജീവിതമാവും സ്വർഗത്തിൽ. സ്വർഗത്തിൽ എന്തെല്ലാം ലഭ്യമാവും? ദുന്യാവിൽ ഇവിടെ നമ്മൾ ആസ്വദിച്ച് സുഖസുന്ദരമായ ജീവിതം നയിക്കുന്നവര് എന്തൊക്കെയാണ് അവർക്ക് ലഭ്യമാകുന്നത്? എന്തൊക്കെ കരസ്ഥമാക്കിയിട്ടാണ് അവർ ജീവിതം സുഖകരമാക്കുന്നത്? അത് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആഖിറത്തിൽ നമ്മൾ സുഖസുന്ദരമായിട്ട് അള്ളാഹുവിന്റെ സ്വർഗം കിട്ടി ആ സ്വർഗത്തിലുള്ള നിഅമത്തുകൾ ആസ്വദിച്ച് ജീവിക്കുന്നവർക്ക് ഇവിടെ നമ്മൾ എന്തെല്ലാം ചെയ്യണം? ഇവിടെ നമ്മൾക്ക് സുഖസുന്ദരമായ ജീവിതമാണ്. കുറച്ചു കാലം കഴിഞ്ഞാൽ, ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിവാഹം കഴിക്കും. ആണായാലും പെണ്ണായാലും ഒരു ഇണയായിട്ട് ജീവിക്കും. ഇതുപോലെ ഇണയായിട്ട് ജീവിക്കൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളതിനോടുകൂടെ ആഖിറത്തിലുമുണ്ട്. ഇണയായി ജീവിക്കുമ്പോൾ ഇണയെ തിരഞ്ഞെടുക്കുന്ന വിധങ്ങളുണ്ട്. അപ്പോൾ ഒരു വിവാഹാന്വേഷണം നടത്തുകയാണ് മക്കൾക്കെങ്കിൽ കാർത്താന്മാര് പോയിട്ട് പെണ്ണ് കാണും, അതല്ലെങ്കിൽ ചെക്കനെ കാണും. ഈ ചെക്കനുള്ള ദോഷവശങ്ങളുണ്ടെങ്കിൽ അത് വീട്ടിൽ വന്ന് പറയും, അതിന്റെ കുഴപ്പക്കാരനാണ്, അല്ലെങ്കിൽ സുഖമില്ല ആള്, ഒരു തരക്കേടില്ലാത്ത പയ്യനാണ് എന്നൊക്കെ പറയും. പെണ്ണാണെങ്കിലും അത് തന്നെ പറയാം, തരക്കേടില്ലാത്തൊരു കുട്ടിയാണ്. അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതും പറയും. ശാരീരികമായോ അല്ലെങ്കിൽ സ്വാഭാവികമായോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പറയും. അപ്പൊ ഇതെല്ലാം മഹ്ശറയിൽ ആഖിറത്തിലും ഉണ്ട്.
അപ്പോ അതെല്ലാം ഇവിടെ പറയും. അതിൽപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ നല്ലൊരു തോട്ടമുള്ള ആളാണെങ്കിൽ ഇവിടെ അത് സുന്ദരമായിട്ട് ആ തോട്ടത്തിൽ നിന്ന് വരുമാനം എടുത്ത് ജീവിക്കാൻ കഴിയുമല്ലോ ഇവിടെ. ഇതേപോലെ ആഹൃത്തിലും ഇതേപോലെ ഗാർഡനും മറ്റുള്ളതൊക്കെ അനുഭവിക്കുന്ന രീതികളുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളും മറ്റുമൊക്കെ എന്ത് പഴങ്ങൾ ആഗ്രഹിക്കുന്നു അത് ആ സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന പറയുന്നത്. ഒരേ രീതിയിലുള്ള പഴമാണ്, ഇതെല്ലാം എനിക്ക് കുറച്ച് മുമ്പ് കിട്ടിയത് എന്ന് പറയും. പക്ഷെ തിന്നു നോക്കുമ്പോഴാണ് ഒരു വേറെ പഴമാണെന്ന് മനസ്സിലാവുക. ഒരു ഉദാഹരണമായിട്ട് പറയാണ്, നമ്മൾക്കുള്ളൊരു തോട്ടത്തിൽ നിന്ന് പഴം കൊണ്ടുവന്നിട്ട് നമ്മൾ ഭക്ഷിക്കുമ്പോൾ ആ പഴമില്ല നേരത്തെ കിട്ടിയത് എന്ന് ഇയാൾ പറയും. സംഗതി അതേ പഴമല്ല എന്നുള്ളത് അത് രുചിച്ച് നോക്കുമ്പോഴേ അറിയാം ഇത് സെപ്പറേറ്റ് വേറൊരു പഴമാണ്. അപ്പൊ കുല്ലമ്മ റുസുഖു മിൻഹാ മിൻ സമറത്തിൽ റിസ്ഖൻ ഖാലു ഹാദല്ലദീ റുസുഖ്നാ മിൻ ഖബൽ എന്നൊക്കെ പിന്നെ അൽ-ബഖറ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു തരം പഴം നമുക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് തരപ്പെടുമ്പോൾ നമ്മൾ പറയും ഇത് മുമ്പ് കിട്ടിയതാണല്ലോ എന്ന് പറയും. അപ്പോ അത് രുചിച്ചു നോക്കുമ്പോഴാണ് അറിയാ ആ പഴമല്ല ഇത് വേറെ തരം പഴമാണ്. ഇതേ രീതിയിൽ വ്യത്യസ്തമായ പല അനുഗ്രഹങ്ങളും ആഖിറത്തിലുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറയും. ഒരു സൂചന മാത്രമേ പറയുള്ളൂ. പിന്നെ നമ്മൾ ഇണകളായിട്ട് ജീവിക്കുമ്പോൾ ഇണകളെ പറ്റിയും ഒരു സൂചന മാത്രമേ പറയുള്ളൂ. പിന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും 2 വാക്കിൽ ഒതുക്കുകയാണ് ഒരു ആയത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള 10 ആയത്തുകളാണ് ഇവിടെ പറയുന്നത്. അതിൽ ആദ്യമായിട്ട് പറയുന്നത് ഇന്നലിൽ മുത്തഖീന മഫാസ, തീർച്ചയായും മുത്തഖീങ്ങൾക്കുണ്ട് മഫാസൻ, വിജയമുണ്ട്. മുത്തഖീങ്ങളായ മോമിനികൾ. മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളായ മനുഷ്യരാണ് മുത്തഖി എന്ന് പറഞ്ഞാൽ. ആ മുത്തഖീങ്ങൾക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവര് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. അപ്പോ ഈ പിന്നെ പരിഭാഷകളിലൊക്കെ മുത്തഖി സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ആളെന്ന് മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. മുത്തഖി എന്ന് പറഞ്ഞാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയും സാന്ദർഭികമായിട്ട് ഞാൻ പറയാണ്, അള്ളാഹുവിന്റെ കൽപ്പനകളെ 100% അതിനെ അംഗീകരിച്ച് ജീവിക്കുക. അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുക. ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് മുത്തഖിയായ മനുഷ്യൻ. ആ മുത്തഖിയായ മനുഷ്യൻ അപ്പൊ വിശ്വാസപരമായും പ്രവർത്തന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ നമ്മൾ വളരെ സൂക്ഷ്മത പുലർത്തണം. അങ്ങനെ ജീവിക്കുന്ന ആളാണ് മുത്തഖി എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള മുത്തഖീങ്ങൾ, സ്വാലിഹീങ്ങളെന്നും പറയും, അവർക്ക് അബ്റാറ് എന്ന് പറയും. ഇതൊക്കെ മുത്തഖീങ്ങൾക്കുള്ള പേരുകളാണ്. അബ്റാർ എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാര്, മോമിനീങ്ങൾ എന്ന് പറയും, മുത്തഖീങ്ങൾ എന്ന് പറയും, അബ്റാർ എന്ന് പറയും, സ്വാലിഹീങ്ങൾ എന്ന് പറയും. ഇതൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പ് പിന്നെ ഖുർആൻ സൂറത്തിന്റെ അവസാനത്തിൽ പറഞ്ഞ ആ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളാണ്, വ്യക്തികളാണ്. അപ്പോ മുത്തഖി, മുഅ്മിൻ, സാലിഹ്, അബ്റാർ എന്നുള്ള എല്ലാ അർത്ഥങ്ങളും ഈ സജ്ജനങ്ങൾക്ക് വേണ്ടി പറയുന്ന വാക്കുകളാണ്. അപ്പൊ മുത്തഖീങ്ങൾക്കുണ്ട് മഫാസൻ, വിജയമുണ്ട്. എവിടെ? ആഖിറത്തിൽ. എന്തുകൊണ്ടാണ് അവർക്ക് വിജയം? പല രീതിയിലും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവർക്ക് അവിടെ ആഖിറത്തിൽ കിട്ടും. ഇതിന്റെ തഫ്സീറിൽ പറയുന്ന ഇന്നലിൽ മുഅ്മിനീനൽ അബ്റാർ, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർക്കുണ്ട്. അല്ലദീന അത്താഉ റബ്ബഹും, അവര് അള്ളാഹുവിന് വഴിപ്പെട്ട ആളുകളാണ്. ദുന്യാവിലല്ല, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ച സാലിഹീങ്ങളായ ആളുകൾ, അവർക്കുണ്ട് ഫൗസും ബി ജന്നാത്തിൻ നഈം, സ്വർഗീയ നിഅമത്തുകളെ കൊണ്ടുള്ള വിജയമുണ്ടവർക്ക്. അവർ വിജയിച്ച ആളുകളാണ്. മൗളിഉൽ അഫ്ലിൻ, വിജയത്തിന്റെ ഭാഗമുണ്ടവർക്ക്, സ്ഥലമുണ്ട്. വഖലാസും മിൻ അദാബിൽ ജഹീം, ജഹീമിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷയുമുണ്ടവർക്ക് എന്ന് പറഞ്ഞിട്ട് ഈ വിജയം എന്തൊക്കെയാണെന്നാണ് അള്ളാഹു ഇനിയുള്ള ആയത്തിൽ പറയുന്നത്. ഇതിൽ പറയുന്നത്
ഇണകളെ സംബന്ധിച്ച് പറയും, ഇണയില്ലാതെ ജീവിക്കല് ദുന്യാവിലില്ലല്ലോ. കുറച്ചു കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും വിവാഹം കഴിച്ച് ജീവിക്കുക, അങ്ങനെ സന്താനങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരു ശൈലിയാണ്. അപ്പോൾ ഇണകളെ പറ്റി പറയും, ഇവിടെ സാമ്പത്തികമായിട്ട് വലിയ തോപ്പും സൗകര്യങ്ങളും ഉള്ള ആളുകളാവും ഇവിടെ ദുന്യാവില്. ഇതേപോലെ അവിടെയുണ്ട്, ആഖിറത്തിലും തോപ്പുകളും ഉണ്ട്. പിന്നെ അപ്പൊ അതിൽപ്പെട്ട ഒരു ഐറ്റമാണ് ഹദായിഖ് വഅനാബ, ഹദായിഖ് തോട്ടങ്ങൾ. നല്ല തോട്ടങ്ങൾ ഉള്ള ഒരാള്, ദുന്യാവില് നല്ല തോട്ടങ്ങൾ ഉള്ള ഒരാള് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ തോട്ടം എന്താണ്? ഇവിടെ ഇപ്പൊ കരിമ്പും തോട്ടം, തെങ്ങും തോട്ടം, ഇങ്ങനെയുള്ള തോട്ടങ്ങളാ. അത് അറബികൾക്ക് പരിചയമുള്ള തോട്ടം എന്താ? ഈത്തപ്പനത്തോട്ടം, മുന്തിരിത്തോട്ടം, ഇതൊക്കെയാണ്. മുന്തിരിത്തോട്ടം, മുന്തിരിത്തോട്ടം ലോകം മുഴുവൻ അറിയപ്പെട്ട സാധനമാണ്. ഫ്രൂട്ട്സിന്റെ ഐറ്റത്തിൽ മുന്തിരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇവിടെയുള്ള തോട്ടങ്ങൾ, ഇപ്പൊ തെങ്ങിൻ തോട്ടാണെങ്കിൽ തെങ്ങ് എല്ലാവർക്കും അറിയില്ല, കഴുങ്ങും തോട്ടാണെങ്കിൽ കഴുങ്ങിനെ പറ്റി എല്ലാവർക്കും ലോകം മുഴുവൻ അറിയപ്പെടുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അറബികൾക്ക് അറിയുന്നതോട് കൂടെ ലോകം മുഴുവനും പരിചയമുള്ള തോട്ടമാണ് മുന്തിരി, ഈത്തപ്പന എന്നൊക്കെ പറഞ്ഞാൽ ഈത്തപ്പഴം. അപ്പൊ അതിനെപ്പറ്റി ഹദായിഖ് തോട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്ത് തോട്ടങ്ങളാണ്? പലതരം ഫ്രൂട്ട്സുകൾ ലോകത്ത് അതമാനുണ്ടല്ലോ, തോട്ടം ഫ്രൂട്ട്സുകൾ. പിന്നെ മുന്തിരികള്, വഅനാബ, മുന്തിരി. ഇതിന്റെ തഫ്സീറിൽ പറയുന്ന ബസാത്തീന നാദിറ ഫിഹ ജമീഉൽ അശ്ജാരി വൽ അസ്ഹാരി, എല്ലാത്തരം വൃക്ഷങ്ങളും എല്ലാത്തരം പുഷ്പങ്ങളും. പിന്നെ സ്വർഗീയ നിഅമത്തുകളെ പറയണ കേട്ടോ. അപ്പൊ ഏകദേശം ഒന്ന് പറഞ്ഞു വെക്കാനേ പറ്റുള്ളൂ. പൂർണ്ണമായ രൂപത്തിൽ നമ്മൾക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയില്ല. അത് നമ്മൾ ആസ്വദിക്കുന്ന സമയത്താണ് നമ്മൾക്ക് ആ നിഅമത്തുകൾ 100% നമ്മൾക്ക് അനുഭവപ്പെടുമ്പോഴാണ് ശരിയായ ആസ്വാദനം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇവിടെ വെച്ച് നമ്മൾ പറഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് ഒന്നും പൂർണ്ണമായ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. സ്വർഗീയ നിഅമത്തുകള് ഒരാളുടെ ഹൃദയത്തിൽ രൂപപ്പെടുത്താൻ കഴിയാത്തതാണെന്ന് പറയുന്നത്. കണ്ണുകൾ കണ്ടിട്ടില്ല, ചെവികൾ കേട്ടിട്ടില്ല. വലാ ഉദുനും സമയത്ത് വലാ ഖത്തറ ഫീ ഖൽബി ബശരിൻ, ഒരു മനുഷ്യ ഹൃദയത്തിൽ അതിനെ രൂപപ്പെടുത്താൻ കഴിയില്ല. അത്രയും വലിയ നിഅമത്തുകളാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്നത് രൂപപ്പെടുത്താനും കേൾക്കാനും കാണാനും കഴിയില്ല. അപ്പൊ അങ്ങനെ കഴിയുമ്പോൾ അത് അതിന്റെ പൂർണ്ണമായ രൂപമല്ല. നമ്മൾക്കറിയുന്ന കാര്യങ്ങൾ ഒരു ചെറിയൊരു നിലക്ക് അതിനോട് ഉപമിച്ച് പറയാ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വർഗീയ നിഅമത്തുകളുടെ കാര്യം അങ്ങനെയാണ്. മുന്തിരി തന്നെ പലതരം മുന്തിരികളില്ലേ നമ്മളിവിടെ തിന്നുമ്പോൾ, നമ്മളിവിടെ ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന മുന്തിരികൾ പലതരം മുന്തിരികളാണ്. എത്ര തരമാണ് നമ്മൾക്ക് കിട്ടാറുള്ളത് എന്നുള്ളത് നമ്മളിങ്ങനെ ഓരോ സമയത്തും കിട്ടുന്നത് നമ്മൾ ഭക്ഷിക്കും, നമ്മൾ അത് രുചി നോക്കും എന്നല്ലാതെ നമ്മളതൊന്നും എഴുതി വെക്കുന്നില്ല. അപ്പൊ പലതരം മുന്തിരികൾ ഇവിടെയുണ്ട്. ഇതേപോലെ എന്തെല്ലാം നമ്മൾ ആഗ്രഹിച്ചോ അത് ആഖിറത്തിൽ നമുക്ക് ലഭ്യമാകും എന്നർത്ഥം. മുന്തിരി ആയാലും ഈത്തപ്പനയായാലും മറ്റുള്ള ഏത് ഐറ്റം ആയാലും ആ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന ഹദായിഖ് ബസാത്തീൻ, ഇതെല്ലാം തോട്ടങ്ങൾ എന്നർത്ഥം. ആ തോട്ടങ്ങളിൽ നിന്ന് കിട്ടുന്നതെല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇനി ഇണകളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇണകൾ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കുന്ന പുരുഷനാണെങ്കിൽ സ്ത്രീ ഉണ്ടാകും, സ്ത്രീ ആണെങ്കിൽ പുരുഷനുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ഇണകളെ പറ്റി കവാഇബ അത്റാബ, വയസ്സൊത്ത സുന്ദരികൾ, അതും ആഖിറത്തിലുണ്ട്. പിന്നെ ഹുന്നഫി സിന്നിൻ വാഹിദത്തിൻ, ഒരേ പ്രായക്കാരായിരിക്കും. പിന്നെ 34 പിന്നെ ഇവിടെ കിട്ടുന്ന ഒരു സാധനം കള്ളാണ്. കള്ള് ഹറാമാണ്. ആ ലഹരിയുള്ള സാധനമാണ്. കള്ള് ഹറാമാണ്, കുടിക്കാൻ പാടില്ല. അതിൽ കള്ള് കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. കള്ള് നജസാണ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ലെങ്കിലും ആഖിറത്തിൽ കള്ളുണ്ട്. ആ കള്ള് അല്ലാഹു സുബ്ഹാനഹു വ തആല മോമിനികൾക്കായിട്ട് വെച്ചിട്ടുള്ളതാണ്. ആ കള്ളിന്റെ നിലവാരം എന്താണ്? കള്ള് കുടിച്ചാൽ മസ്താവില്ല. കള്ള് കുടിച്ച് സംസാരങ്ങളൊന്നും ഒക്കെ അങ്ങനെ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല, പ്രശ്നമുണ്ടാക്കില്ല, വീട്ടിൽ വഴക്കുണ്ടാവില്ല. ഇവിടെ കള്ളു കുടിച്ചാൽ എന്താണുള്ളത്? കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലഹരി ബാധിച്ചുകൊണ്ട് വീട്ടിൽ വഴക്കുണ്ടാക്കി കൊലപാതകം വരെ എത്തും.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കള്ള് കുടിച്ചാൽ ഉണ്ടാകും, അവിടുത്തെ കള്ള് കുടിച്ചാലോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അൽ മുറാദ് ബിൽ കൈസി അൽ ഖംറു, കള്ളാണ്. കൈസൻ ദിഹാത്ത എന്ന് പറഞ്ഞാൽ നിറച്ച കോപ്പകൾ, കള്ളിന്റെ കോപ്പകൾ. കൈസൻ ദിഹാ, സ്വർഗത്തിൽ കിട്ടുന്ന നിയമത്തുകളെ എണ്ണുന്ന കേട്ടാ. ആദ്യം തോപ്പുകളെ പറഞ്ഞു, പിന്നെ സുന്ദരികളായ സ്ത്രീകളെ പറഞ്ഞു, പിന്നെ ഇവിടെ കേസൻ ദിഹാത്ത കള്ളിന്റെ കോപ്പകൾ, കള്ള് നിറച്ച കോപ്പകൾ. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ. 35-ാമത്തെ ആയത്ത്. കള്ള് കുടിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ലാ യസ്മഊന, അവർക്ക് കേൾക്കാൻ കഴിയില്ല, ഫിഹാ സ്വർഗത്തിൽ, ലഗ്വൻ എന്തെങ്കിലും ഒരു അനാവശ്യ സംസാരങ്ങൾ കേൾക്കില്ല. അതായത് വെറുതെ ഇങ്ങനെ ഒരു ഫായതയില്ലാത്ത സംസാരങ്ങൾ കള്ളു കുടിച്ചാലുണ്ടാവുന്ന ഒരു പ്രത്യേകതയാണത്. അത് ലഹരി ബാധിച്ചവർക്കാണ് അങ്ങനെ ഉണ്ടാവുക. അങ്ങനെയുള്ളത് കേൾക്കാൻ കഴിയില്ല. വലാ കിതാബ, കളവ് വാക്കുകളും കള്ളത്തരങ്ങൾ പറയുക, പ്രവർത്തിക്കുക എന്നുള്ളതുണ്ടല്ലോ, അതും ഉണ്ടാവില്ല. അപ്പോ കാരണം അന്നൽ ജന്നത്ത, സ്വർഗം എന്ന് പറഞ്ഞാൽ ദാറുസ്സലാമി, അത് രക്ഷയുടെ വീടാണ്. കുല്ലുമോയും മാഫീഹ, എല്ലാം അതിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, സാലിമും മിനൽ ബാത്തിലി വൻ നഫ്സി, ഒരു ന്യൂനതയോ അതല്ലെങ്കിൽ നിരർത്ഥമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവില്ല അവിടെ. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട ദാറുസ്സലാമാണ്, രക്ഷയുടെ സമാധാനത്തിന്റെ വീടാണ് സ്വർഗം. ആ സ്വർഗത്തിൽ അനാവശ്യമായ സംസാരങ്ങളോ കള്ളവാക്കുകളോ ഒന്നും കേൾക്കൂല. കള്ളു കുടിച്ച് ബോധമില്ലാതായി കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ അവിടെ കേൾക്കാറുണ്ടല്ലോ ദുന്യാവില്, സംസാരം ഇതൊക്കെ. അതൊന്നും സ്വർഗത്തിൽ ഉണ്ടാവില്ല എന്നർത്ഥം. ജസാഅൻ മിർ റബ്ബിക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഇതെല്ലാം ജസാഅൻ മിർ റബ്ബിക, നിന്റെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള ഒരു പ്രതിഫലമാണ്, നിന്റെ നാഥന്റെ പക്കൽ നിന്നുള്ള ഒരു പ്രതിഫലമാണ് ഇതെല്ലാം. അതാഅൻ ഹിസാബ, ഇത് അതാ എന്നൊരു സമ്മാനമാണ്. ഹിസാബൻ, കണക്കനുസരിച്ചുള്ള ഒരു സമ്മാനം. അള്ളാഹു എല്ലാത്തിനും കണക്ക് നോക്കിയിട്ടാണല്ലോ അതിന് പ്രതിഫലം സമ്മാനമൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ കണക്ക് നോക്കിയിട്ട് ഓരോരുത്തരുടെ ഹിസാബ്, ഓരോരുത്തരും കൂടെ പ്രവർത്തനം നോക്കിയിട്ട് അതിന് അനുയോജ്യമായ സമ്മാനം, പ്രതിഫലം ഒക്കെ കൊടുക്കും അള്ളാഹു. ആ കൊടുക്കുന്ന ഇതിനെ സംബന്ധിച്ച് പറഞ്ഞതാണ് 36-ാമത്തെ ആയത്തിൽ ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബ. ഇപ്പൊ നേരത്തെ പറഞ്ഞ കേസ് ദിഹാത്ത്, കവായിബ് അത്റാബ്, പിന്നെ ഹദായി കവാനാബ്, അത് എന്ന് പറഞ്ഞാൽ 2-4 കാര്യങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. തോട്ടങ്ങള്, സുഗമമായി ജീവിക്കാനുള്ള ഒരു ആശ്രയമാണ് തോട്ടങ്ങൾ. നല്ലൊരു തോട്ടം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ദുന്യാവില്. പിന്നെ ഇവിടെ ഇണകൾ ഒരുമിച്ച് ജീവിക്കുന്ന ശൈലിയാണ്. അപ്പൊ അതവിടെ പറഞ്ഞു, കവായിബ് അത്റാബ എന്ന്. പിന്നെ കൈസന്ദിഹാക്ക, കള്ള് ഇവിടെ ഒരു വിശേഷപ്പെട്ട സാധനമാണ്. അത് കുടിക്കുന്നവര് അത് വളരെ തെറ്റാണ്. അത് ഇവിടെ ദുന്യാവിൽ വെച്ച് കള്ള് കുടിക്കുന്നവർ, കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ബോധം നഷ്ടപ്പെട്ട്, സ്വബോധം നഷ്ടപ്പെട്ട് കുഴപ്പങ്ങളും കൊലപാതകവും എത്തുന്ന പ്രത്യേകതയാണ് ഇവിടുത്തെ കള്ളിനുള്ളത്. എന്നാൽ ആഖിറത്തിലെ കള്ളിന് അതില്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ. അവിടെ ഒരു വാക്ക് പോലും, ആവശ്യമില്ലാത്തൊരു വാക്ക് പോലും കേൾക്കുകയാണെങ്കിൽ പറഞ്ഞിട്ട് വേണ്ടേ. അപ്പൊ കുടിച്ചോര് പറയോ, അതില്ല, ആരും അങ്ങനെ സംസാരിക്കില്ല. എന്നാൽ എന്തെങ്കിലും കളവ് വാക്കുകൾ അതും പറയില്ല. ഇതൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം ഈ പറഞ്ഞ നിയമത്തുകളൊക്കെ അള്ളാഹു അവിടെ വെച്ച് എത്രയെത്ര ഏറ്റിക്കൊടുക്കും. ഒരു സൂചന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിവിടെ കിട്ടുന്ന നിയമത്തുകൾ എത്രയാണ്, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിന്റെ സാലിഹ്യങ്ങൾക്ക് ഒരു ചുരുക്കം മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം ഇതിനെപ്പറ്റി പറയുന്നത് ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബ, ഇത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലമാണ്. അതാഅൻ ഹിസാബ, അള്ളാഹു കണക്കനുസരിച്ച് നൽകുന്ന ഒരു സമ്മാനമാണ് എന്നാണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ജസാഅൻ, പ്രതിഫലം, മിർ റബ്ബിക, നിന്റെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം, അതാഅൻ, അത് സമ്മാനമായിട്ട്, ഹിസാബ, കണക്കനുസരിച്ചുള്ള സമ്മാനം ആയ പ്രതിഫലങ്ങളാണ് ഇത്. ഇതിന്റെ തഫ്സീറിൽ പറയുന്നത് ജാസാഹുമുല്ലാഹു, അല്ലാഹു തആല ഇവർക്ക് പ്രതിഫലം നൽകും.
ബിദാലിക്കൽ ജസാഇൽ അലീമി, ഈ ഉന്നതമായ പ്രതിഫലമുണ്ട്, ഈ മഹത്വമേറിയ പ്രതിഫലം കൊണ്ട് അള്ളാഹു പ്രതിഫലം നൽകും. തഫദ്ദുലൻ മിൻഹു, അവന്റെ ഓശാരമായിട്ടാണ് ഈ പ്രതിഫലം നൽകുന്നത്. പ്രതിഫലം കൊടുത്തോളണമെന്നൊന്നുമില്ല. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിഅമത്ത്, അനുഗ്രഹം അനുസരിച്ചാണ് ഇതെല്ലാം കൊടുക്കുന്നത്. വജസാഅൻ കാഫിയൻ, മതിയായ പ്രതിഫലമാണ് അഹല ഹസ്ബി അഅമാലിഹിം, അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ദുനിയാവിൽ അവർ ചെയ്ത പ്രവർത്തനത്തിന് അനുയോജ്യമായ പ്രതിഫലമാണ് അള്ളാഹു കൊടുക്കുന്നത് ആഖിറത്തിൽ വെച്ച്. എങ്ങനെയുള്ള അല്ലാഹു റബ്ബിസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമർ റഹ്മാൻ ലാ യംലികൂന മിൻഹു ഖിതാബാ. 37-ാമത്തെ ആയത്ത്. റബ്ബിസ് സമാവാതി, ആകാശങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു, വൽ അർദി, ഭൂമിയുടെയും രക്ഷിതാവായ അല്ലാഹു, വമാ ബൈനഹുമാ, അത് രണ്ടിന്റെയും ഇടക്കുള്ള സർവസത്തിന്റെയും രക്ഷിതാവായ അല്ലാഹു, അർ റഹ്മാനി, എങ്ങനെയുള്ള അല്ലാഹു റഹ്മാനായ റഹ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുള്ളത്, റഹ്മാൻ എന്ന് പറയുന്നത് ആർക്കാണ്? ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനാണ് അള്ളാഹു. അവിടെ മുസ്ലിം, അവിശ്വാസി അല്ലെങ്കിൽ വിശ്വാസി, സാലിഹായ മനുഷ്യൻ, സാലിഹല്ലാത്ത മനുഷ്യൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകൾ, ഇഷ്ടപ്പെടാത്ത അടിമകൾ, ഒന്നും ഒരു വ്യത്യാസമില്ലാതെ കണ്ട് എല്ലാവർക്കും ഒരേ നിലയിൽ അള്ളാഹു ഗുണം ചെയ്യാം. ഇപ്പോൾ ഇവിടെ വെള്ളം എല്ലാവർക്കും ആവശ്യമാണ്, എല്ലാവർക്കും വെള്ളം കുടിക്കാനുണ്ട്, ഇവിടെ ശുദ്ധവായു ശ്വസിക്കാൻ എല്ലാവർക്കും ആവശ്യമാണ്, അത് അള്ളാഹു എല്ലാവർക്കും നൽകുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അള്ളാഹു നൽകിയ ഒരു പക്ഷഭേദമില്ലാതെ, അതാണ് റഹ്മാൻ. ഇങ്ങനത്തെ റഹ്മാനായ അള്ളാഹു ആകാശഭൂമിയുടെ രക്ഷിതാവാണ്. ആകാശം ഭൂമി മാത്രമല്ല, ആകാശഭൂമിയുടെ ഇടയ്ക്ക് എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ ഒക്കെ രക്ഷിതാവാണ് അള്ളാഹു. എന്നാൽ ലാ യംലികൂന മിൻഹു ഖിതാബാ, ലാ യംലികൂന, അവർക്ക് കഴിയില്ല, മിൻഹു, അവനുമായിട്ട്, ഖിതാബൻ, ഒരു അഭിമുഖ സംഭാഷണത്തിന് കഴിയില്ല. അള്ളാഹുവിന്റെ ശിക്ഷ പലർക്കും അനുഭവിക്കുമല്ലോ, എന്നാൽ അള്ളാഹുവിനോട് ഒരു ശുപാർശ പറഞ്ഞുകൊണ്ട് ആ ശിക്ഷ ഒന്ന് ലഘൂകരിക്കാൻ കഴിയുമോ? അതിനൊരാൾക്കും കഴിയില്ല എന്നർത്ഥം. അള്ളാഹുവായിട്ട് ശിക്ഷയെ സംബന്ധിച്ച് ഒരു സമവായം അല്ലെങ്കിൽ ഒരു ശുപാർശ നടത്തിയിട്ട് ശിക്ഷ ലഘൂകരിക്കാനോ വേറെ ഒന്നിനും കഴിയില്ല. അതിന് അവനുമായിട്ട് സംസാരിക്കാൻ തന്നെ, അഭിമുഖ സംഭാഷണത്തിന് തന്നെ കഴിയില്ല, ഒരാൾക്കും കഴിയില്ല എന്നർത്ഥം. റഹ്മാൻ, അല്ല യാദൽ ജസാഉ, ഈ പ്രതിഫലം സാദിറും മിനർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ്. ആഖിറത്തിലെ കാര്യം പറയുന്നത്, ആഖിറത്തിൽ വെച്ചിട്ട് അള്ളാഹു പ്രതിഫലം നൽകുമല്ലോ. ഈ പ്രതിഫലം റഹ്മാനായ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. അല്ലദീ ശമിലത്ത് റഹ്മത്തുഹു കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും ആമായിട്ട് പൊതുവിൽ അവന്റെ റഹ്മത്ത് സ്പർശിക്കുകയുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ വസ്തുക്കൾക്കും അവന്റെ റഹ്മത്ത് ഉണ്ടായിട്ടുണ്ട്. വലാ യഖ്ദിറു അഹദുൻ അൻ യുഖാതിബഹു, ആർക്കും അവനെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. ഫീ ദഫ്ഇൽ ബലായി ഔ റഫ്ഇ അദാബിൻ, ആദൽ ജസാഉ സാദിറും മിനർ റഹ്മാനി, റഹ്മാനായ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ് ഇത്. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹു ശമിലത്ത് റഹ്മത്തുഹു കുല്ല ശൈഇൻ, അവന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളെയും സ്പർശിച്ചിട്ടുണ്ട്. വലാ യഖ്ദിറു അഹദുൻ, ആർക്കും കഴിയില്ല, യുഖാതിബഹു, അല്ലാഹുമായിട്ട് അഭിമുഖം നടത്താൻ. എന്തിൽ? ഫീ ദഫ്ഇ ബലായിൻ, എന്തെങ്കിലും ഒരു വിഷമത്തെ ഇല്ലായ്മ ചെയ്യുവാൻ. ഔ റഫ്ഇ അദാബിൻ ഫീ ദാലിക്കൽ യൗമി, അന്ന് ആ മഹ്ശറ ദിനത്തിൽ ഏതെങ്കിലും ഒരു അദാബിനെ എന്നിൽ നിന്ന് തട്ടിമാറ്റണം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് ഒരാൾക്കും അല്ലാഹുമായിട്ട് അഭിമുഖം ചെയ്യാൻ സാധ്യമല്ല എന്നർത്ഥം. അപ്പോ 38-ാമത്തെ ആയത്ത്, യൗമ യഖൂമു റൂഹു വൽ മലായികതു സഫാ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വഖാല സവാബാ. യൗമ യഖൂമു റൂഹു,
റൂഹ് നിൽക്കുന്ന ദിവസം. റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. വൽ മലായിക്കത്തും മലക്കുകളും സഫൻ അണിയണിയായിട്ട് നിൽക്കുക. മലക്കുകള് റൂഹ് ജിബ്രീൽ അലൈഹിസ്സലാമോട് കൂടെ എല്ലാ മലക്കുകളും അണിയണിയായിട്ട് നിലകൊള്ളുകയാണ്. ലാ യതകല്ലമൂന, അവർ സംസാരിക്കുകയില്ല. ഇല്ലാമൻ അദീന ലഹുർ റഹ്മാനു, റഹ്മാനായ അള്ളാഹു സമ്മതം കൊടുത്തവരല്ലാതെ അള്ളാഹുവുമായിട്ട് സംസാരിക്കാൻ കഴിയില്ല എന്നർത്ഥം. വഖാല, അവൻ പറയുകയും ചെയ്തിട്ടുണ്ട്, സവാബൻ, വാസ്തവം പറയുകയും ചെയ്തവനല്ലാതെ അള്ളാഹുമായിട്ട് സമ്മതം കൊടുത്തിട്ടുണ്ടാവും, ഇന്നാള് സംസാരിക്കണം, ഇന്നാള് ശഫാഅത്ത് ചെയ്യണം എന്നുള്ളത്. അത് അവനല്ലാതെ അവന് തന്നെ സത്യം പറയുന്നവനാവും. അങ്ങനെയുള്ളവർക്കല്ലാതെ അള്ളാഹുമായിട്ട് സംസാരിക്കാൻ ആ രംഗത്ത് ഒരക്ഷരം മിണ്ടാൻ കഴിയില്ല, ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. അവിടെ മലക്കുകൾ അണിയായി നിൽക്കുന്നുണ്ടാവും. അശ്റാവൻ സഭ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഏറ്റവും വലുതായ ഒരു സദസ്സാണ്. ആ സദസ്സിൽ വെച്ച് ഒരു ആൾക്കും ഒന്നും പറയാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ ആ ദിവസം എന്ന് പറഞ്ഞാൽ അതൊരു ഭയവിഹ്വലമായ ദിവസമാണ്. അതിനെ സംബന്ധിച്ച് തഫ്സീറിൽ പറയുന്നത്, ഫീ ദാലിക്കൽ യൗമിർ റഹീബി, ആ ഭയവിഹ്വലമായ ദിവസത്തിൽ യഖിഫു ജിബ്രീൽ അലൈഹിസ്സലാം നിൽക്കും, വൽ മലായിക്കത്തു, മലക്കുകൾ, മറ്റുള്ള മലക്കുകളും. അള്ളാഹുവിൻ്റെ മലക്കുകൾ എത്രയുള്ളത് എന്ന് ആർക്കാ പറയാൻ കഴിയുക? ഒരാൾക്കും പറയാൻ കഴിയില്ല. അപ്പോൾ അത്രയധികം മലക്കുകൾ മുസ്തഫീന ഇങ്ങനെ സഫുകളായിട്ട് അണിയണിയായി നിൽക്കുകയാണ്. ഖാശീന, ഭയവിഹ്വലരായിട്ട്, എല്ലാവർക്കും പേടിച്ചിട്ടാണ് അവർ നിലകൊള്ളുന്നത്. മലക്കുകളാവട്ടെ മനുഷ്യരാവട്ടെ, മനുഷ്യരും അവിടെ നിൽക്കുന്നുണ്ട്, മനുഷ്യരും അണിയണിയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അതിവിടെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ലാ യതകല്ലമു അഹദും മിൻഹും, അവരിൽ ഒരാളും സംസാരിക്കാൻ കഴിയില്ല. ഇല്ലാമൻ അദിനല്ലാഹു ലഹു, അള്ളാഹു അവന് സമ്മതം കൊടുത്തത് ആർക്കാണോ അവന് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. വശഫാഅത്തി, ശഫാഅത്ത് ചെയ്യാൻ, വനതഖ ബിസ്സവാബ്, സത്യം മാത്രം പറയുന്ന അങ്ങനെയുള്ള ഒരു രംഗമാണ് ഈ മഹ്ശറ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മഹ്ശറയെ പറ്റി ഇനിയും പലതും പറയാനുണ്ട്. പക്ഷേ ഇവിടെ മൽമലായിക്കത്തുള്ളദീനഹും അഫ്ളലുൽ ഖലായിഖി വഅഖറബുഹും മിനല്ലാഹ്, മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളാണ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ളതുമാണ്, അള്ളാഹുമായിട്ട് അടുത്ത വ്യക്തികളുമാണ് മലക്കുകൾ എന്ന് പറഞ്ഞാൽ. അള്ളാഹു കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതല്ലാതെ അവർക്ക് ഊണില്ല ഉറക്കമില്ല. അങ്ങനെയുള്ളവരാണ് മലക്കുകൾ. ലാ യഖ്ദിറൂന അൻ യശ്ഫഉ, അവർക്ക് ശഫാഅത്ത് ചെയ്യാൻ കഴിയുകയില്ല, ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹുവിന്റെ സമ്മതം കൊണ്ടല്ലാതെ. ഫകൈഫ യംലികു ഗൈറുഹും, അപ്പൊ അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് വല്ലതും ചെയ്യാൻ കഴിയും? മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. 39-ാമത്തെ ആയത്ത്, ദാലിക്കൽ യൗമുൽ ഹഖ്, അതാണ് സത്യസന്ധമായ ദിവസമാണത്. ഈ മഹ്ശറ എന്ന് പറഞ്ഞാൽ ആ ദിവസം വളരെ യാഥാർത്ഥ്യമായ ദിവസമാണ്, അത് ഉണ്ടാവുക തന്നെ ചെയ്യും എന്നർത്ഥം. ഫമൻ ഷാ, ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, ഇത്തഹദ, അവൻ ആക്കട്ടെ അല്ലെങ്കിൽ സ്വീകരിക്കട്ടെ, ഇലാ റബ്ബിഹി, അവന്റെ റബ്ബിലേക്ക്, മആബ, ഒരു മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലമായിട്ട് അതിനെ അവൻ അംഗീകരിക്കട്ടെ എന്നും. ദാലിക്കൽ യൗമു അൽ ഹഖ്, അതാണ് സത്യസന്ധമായ ദിവസം. ഫമൻ ഷാ, ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, ഇത്തഖദ ഇലാ റബ്ബിഹി, അവന്റെ റബ്ബിലേക്ക് അവൻ ആക്കട്ടെ അല്ലെങ്കിൽ സ്വീകരിക്കട്ടെ, മആബ, ഒരു മടങ്ങി പോവാനുള്ള സ്ഥലം. ദാലിക ഹുവൽ യൗമുൽ ഖായിനുൽ അൽവാഖിഉ ലാ മഹാലത, അത് ഒരു നിസ്സംശയം ഉണ്ടാവുക തന്നെ ചെയ്യും ആ ദിവസം. ഫമൻ ഷാ, ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, അൻ യസ്ലുക ഇലാ റബ്ബിഹി മർജിഅൻ, അങ്ങനെ അവൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് മടക്കത്തെ അവൻ ഉണ്ടാക്കട്ടെ, മടങ്ങി പോകാനുള്ള സ്ഥലമായിട്ട് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ വെച്ച് അവൻ യഥാർത്ഥ വിശ്വാസിയായിട്ട് ജീവിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുകയും ചെയ്തോട്ടെ എന്നർത്ഥം. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഇതൊരു ആഗ്രഹം ഉണ്ടാക്കലാണ്,
ഈ അള്ളാഹു പറഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലും അള്ളാഹുവിന്റെ ഒരു പ്രേരണയുമാണ്, പ്രചോദനവുമാണ്. നന്നായി ജീവിച്ചോട്ടെ, നന്നായി ജീവിക്കണം എന്നുള്ളതിലേക്ക്. ഇനി 40-ാമത്തെ ആയത്ത്, ഇന്നാ അൻദർനാകും അദാബൻ ഖരീബ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു വയഖൂലുൽ കാഫിറു യാ ലൈതനീ കുൻതു തുറാബാ. ഇന്നാ തീർച്ചയായും നമ്മൾ അൻദർനാകും നിങ്ങളെ നാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അദാബൻ ഖരീബൻ ആസന്നമായ ശിക്ഷയെ സംബന്ധിച്ച് നിങ്ങൾക്ക് നാം താക്കീത് നൽകിയിട്ടുണ്ട്. ഇന്നാ അന്തറിനാക്കും തീർച്ചയായും നിങ്ങൾക്ക് നാം താക്കീത് നൽകിയിട്ടുണ്ട്. അദാബൻ ഖരീബൻ ആസന്നമായ അദാബിനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന, അടുത്ത് തന്നെ വരാനിരിക്കുന്ന അദാബ്, അള്ളാഹുവിന്റെ ശിക്ഷ, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് നാം താക്കീത് നൽകിയിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു. യൗമ യൻദുറുൽ മർഉ മനുഷ്യൻ നോക്കിക്കാണുന്ന ദിവസം. യൗമ യൻദുറു, യൻദുറു എന്ന് പറഞ്ഞാൽ നോക്കിക്കാണുക എന്നാണ്. യൗമ എന്ന് പറഞ്ഞാൽ ദിവസം. അൽ മർഉ മനുഷ്യൻ, മനുഷ്യൻ നോക്കിക്കാണുന്ന ദിവസം. എന്തിന്? മാ ഖദ്ദമത് യദാഹു, അവന്റെ ഇരു കൈകളും മുമ്പ് ചെയ്തു വെച്ച പ്രവർത്തനങ്ങളെ നോക്കിക്കാണുക. അവൻ നോക്കിക്കാണാണ്. മുമ്പ് ദുന്യാവിൽ വെച്ച് മനുഷ്യൻ എന്തൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഹൈറും ഷർറുമായ കാര്യങ്ങളൊക്കെ അവൻ ചെയ്തിട്ടുണ്ടാവും. അതിനൊക്കെ നേരിൽ നോക്കിക്കാണാനുള്ള സന്ദർഭമാണ് അവന് ആസന്നമായിട്ടുള്ളത്. അപ്പോൾ അവിടെ ശിക്ഷയും കാണാം. അവന് ഹൈറായ കാര്യങ്ങൾ ചെയ്തവർക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളും അവിടെ ദർശിക്കാൻ കഴിയും. അപ്പോ അവന് ഈ ശിക്ഷ കാണുമ്പോൾ അവൻ പറയും, എന്തെന്ന് യഖൂലുൽ കാഫിറു, അവിശ്വാസി പറയും, മുഅ്മിനീങ്ങളല്ല, അവിശ്വാസി പറയുന്നത്, യാ ലൈതനീ, ഞാനായെങ്കിൽ നന്നായിരുന്നു, കുന്തു തുറാബ, ഞാൻ മണ്ണായി പോയെങ്കിൽ നന്നായിരുന്നു എന്ന്. അതായത് അവിടെ ഈ ആഖിറത്തിൽ വെച്ചിട്ട് ഇപ്പോ മൃഗങ്ങളാണെങ്കിൽ അവിടെ ഒരു മൃഗത്തിന്റെ ദ്രോഹം മറ്റൊരു മൃഗത്തിനെ ഏറ്റിട്ടുണ്ടെങ്കിൽ അവരോട് പ്രതികാരം അള്ളാഹു ചെയ്യാൻ വേണ്ടി രണ്ട് മൃഗത്തെയും ആ ദുന്യാവിൽ ആഖിറത്തിൽ അവിടെ ആസന്നമാവും. എന്നിട്ട് അക്രമത്തിനിരയായ മൃഗത്തിന് അള്ളാഹു അതിൻ്റെ ആ പ്രതികാരം മറ്റേ മൃഗത്തിന് വാങ്ങിക്കൊടുക്കും. എന്നിട്ട് അവരോട് മണ്ണായിക്കോളാൻ പറയുകയാണ് അള്ളാഹു. ഇങ്ങനെ ഇത് കാണുമ്പോൾ കാഫിരീങ്ങള് ഉദ്ദേശിക്കുകയാണ്, ഞാൻ മണ്ണായെങ്കിൽ പോയെങ്കിൽ നന്നായിരുന്നു, മണ്ണായി പോയെങ്കിൽ നന്നായിരുന്നു എന്ന് അവൻ ആഗ്രഹിച്ചു പോവുകയാണ്. അത് നടക്കില്ലല്ലോ. മനുഷ്യന് എന്തെല്ലാം പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തോ അതിന്റെ കണക്കനുസരിച്ച് അവന് പ്രതിഫലം കിട്ടും. നരകത്തിലാണെങ്കിൽ അവൻ എന്നുമെന്നും നരകത്തിൽ ജീവിക്കും, സ്വർഗവാസികളാണെങ്കിൽ സ്വർഗത്തിലും എന്നുമെന്നും ജീവിക്കും. അവിടെ മണ്ണായി പോവലോ മരിച്ചു പോവലോ ഇല്ല. അങ്ങനെയുള്ള ഇതാണ് ഇതിന്റെ തഫ്സീറിൽ. യഖൂലുൽ കാഫിറു യാ ലൈതനീ കുന്തു തുറാബ, മണ്ണായെങ്കിൽ പോയെങ്കിൽ നന്നായിരുന്നു എന്ന് കാഫിരീങ്ങൾ പറയും. അൽ ഖിതാബുൽ കുഫാരി ഖുറൈശി, കാഫിരീങ്ങളോടാണ് പറയുന്നത്. ഖുറൈശികളിലുള്ള അവിശ്വാസികളോടാണ് ഈ ഇന്ന അന്തർനാക്കും, നിങ്ങളെ നാം താക്കീത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് അവരോട് നേരിട്ട് പറയുന്നതാണ്. അൽ മുൻകിരിൽ ബഅസി, പുനർജന്മത്തെ നിഷേധിക്കുന്ന അവിശ്വാസികളുണ്ടല്ലോ, കുറ്റവാളികള്. അവിശ്വാസികളിപ്പോ മക്കയിലുള്ളവര് എന്നില്ല, ഇപ്പൊ നമ്മുടെ നാട്ടിലും നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്. ഇവരൊക്കെ ബഅസിനെ നിഷേധിക്കുന്നവരാണ്. ബഅസിനെ നിഷേധിക്കുന്നു, ബഅസിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും നിഷേധിക്കുന്നവരാണ്. ബഅസിന് ശേഷം എന്താ? പുനർജന്മം ഉണ്ടെങ്കിലല്ലേ, പുനർജന്മത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിലല്ലേ പുനർജന്മത്തിന് ശേഷമുള്ള ഹിസാബ്, വിചാരണ, അതിലുള്ള പ്രതിഫലം നൽകല്. അവരെ ഗുണം ചെയ്തവർക്ക് ഗുണം കിട്ടും, ദോഷം ചെയ്തവർക്ക് ദോഷം കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പ്രതിഫലത്തിൽ വിശ്വാസമില്ല. പിന്നെ സ്വർഗം നരകം, ഇങ്ങനെ പുനർജന്മത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലാണ് സ്വർഗം നരകത്തിൽ വിശ്വാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്വർഗത്തെ നിഷേധിക്കും, നരകത്തിൽ നിഷേധിക്കും.
അങ്ങനെയൊക്കെ നിഷേധിക്കുന്ന ആളുകളാണ്. ആ നിഷേധിക്കുന്ന ആളുകളോട് ഉള്ള ഖിത്താബാണ്, അഭിമുഖമായിട്ട് പറയാണ്, ഇന്ന അന്തറിനാക്കും, നിങ്ങളെ നാം മുന്നറിയിപ്പ് നിങ്ങൾക്ക് തന്നിട്ടില്ലേ എന്ന് പറഞ്ഞത്. ഈ അടുത്ത് തന്നെ വരാനിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച്, അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഖിയാമത്ത് നാള് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ അടുത്തുകൊണ്ടിരിക്കുന്ന ഖിയാമത്ത് നാളിൽ വരാവുന്ന ശിക്ഷകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിട്ടില്ലേ? അത് ഏതാണ്? യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ, മനുഷ്യന്മാർ ചെയ്ത ഇരു കൈകളും ചെയ്ത കുറ്റകൃത്യങ്ങളെ നേരിൽ കാണുന്ന ദിവസമാണത്, ആ ദിവസം. അപ്പോൾ കാഫിർ പറയുന്നത് ഞാനും മണ്ണായിപ്പോയെങ്കിൽ നന്നായിരുന്നു എന്നുള്ളതാണ്. അവിടെ അന്ന കുല്ലമാഹുവാത്തിൻ കരീബുൻ, വരാനിരിക്കുന്നത് ഏതായാലും വരും, അപ്പൊ അത് അടുത്ത് തന്നെ വരും എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് അദാബൻ കരീബ, അടുത്ത് വരാനിരിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞത്. യൗമയറ കുല്ലു ഇൻസാനിൻ മാ ഖദ്ദമ മിൻ ഖൈരിൻ ഔ ശർരിൻ, മനുഷ്യൻ ചെയ്ത വെച്ച എല്ലാ നന്മയും തിന്മയും മുസ്ബത്തൻ ഫീ സഹീഫത്തിഹി, അവന്റെ കർമ്മരേഖയിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞതാണ്. നമ്മൾ പറഞ്ഞു ഇന്നലെ, ഇതാ പുതിയ അവിടെ പറഞ്ഞത് ഓദിയൽ കിതാബ് തറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീ വയഖൂലൂന യാ വൈലത്തനാ മാ ലിഹാദിൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറൻ വലാ യദ്ലിമു റബ്ബുക അഹദാ. കർമ്മരേഖ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പേടിക്കുകയാണ്, എന്താണ് ഇതിലുള്ളതെന്ന്. വായിച്ചു നോക്കുമ്പോൾ പിന്നെ അവിടെ പറയാണ്, ഒരു ചെറുതും വലുതുമായ ഒരു കാര്യം ഇതിൽ രേഖപ്പെടുത്താതിരുന്നിട്ടുണ്ട്. എന്തൊരു രേഖയാണിത്, എന്ത് കർമ്മരേഖയാണ്, എൻ്റെ നഷ്ടമേ എന്നൊക്കെ അവിടെ വെച്ച് വിലപിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അത് ഇന്നലെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ അവർ പറയും വജതുവും അനിലു ഹാദിറ, അവർ ചെയ്തു വെച്ചതൊക്കെ അവിടെ ആസന്നമായതായിട്ട് അവർക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ കാഫിർ ആഗ്രഹിച്ചു പോവാണ്, എന്നെ സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ വിലപിക്കുക. അപ്പോ ഇത് 40-ാമത്തെ ആയത്താണ് ഇപ്പോൾ പറഞ്ഞത്. 40-ാമത്തെ ആയത്ത് കൊണ്ട് ഈ അമ്മ സൂറത്ത് അവസാനിച്ചു, അല്ലെങ്കിൽ നബഅ് സൂറത്ത് അവസാനിച്ചു. ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആ കാര്യം വളരെയധികം ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ വേറെ ഇനി അതിൻ്റെ അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ഈ അക്യുറേറ്റ് ട്രാൻസ്ലേഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടെ നടന്നു പോകുന്നുണ്ട്. അതിൽ ട്രാൻസ്ലേഷൻ വർക്കുകളെല്ലാം കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏത് ട്രാൻസ്ലേഷനും കോടതി സംബന്ധമായ കാര്യങ്ങളാവട്ടെ, അത് അറബിയിലായാൽ ഇംഗ്ലീഷിലേക്കും, ഇംഗ്ലീഷിലാണെങ്കിൽ അറബിയിലേക്കും ആവശ്യാനുസരണം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് ഒരു 25 വർഷമായിട്ട് ഇവിടെയും അതിൻ്റെ മുമ്പ് ഗൾഫിൽ 24 വർഷം വർക്ക് ചെയ്തതാണ് ഞാൻ, എൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ വർക്കുകളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. 24 വർഷം ഗൾഫിൽ ഈ ട്രാൻസ്ലേഷൻ വർക്ക് തന്നെയാണ് ചെയ്തു കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ് 25 വർഷമായിട്ട് ഇവിടെ ഓൺലൈനിലൊക്കെ ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട് വർക്കുകളൊക്കെ. ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത ഒരു നമ്പർ ഉണ്ട്, വീഡിയോയുടെ തമ്പനയിൽ കൊടുത്ത ഫോൺ നമ്പർ ഉണ്ട്. ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് വർക്ക് ചെയ്തു കൊടുക്കും. പിന്നെ നമ്മളുടെ വസ്തുവിൻ്റെ ആധാരങ്ങളൊക്കെ ഇംഗ്ലീഷിലാക്കി കൊടുക്കേണ്ട ചില ഘട്ടങ്ങൾ വരുന്നുണ്ട് ഇവിടെ. അതനുസരിച്ച് അതും ചെയ്തു കൊടുക്കും. എല്ലാ കാര്യങ്ങളും അറബിയിലും ഇംഗ്ലീഷിലും എന്തൊക്കെയാണെങ്കിൽ അതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അറബിയിൽ കോടതി വ്യവഹാര സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ്, അത് എല്ലാ വർക്കുകളും ചെയ്തു കൊടുക്കും. ഇനി വല്ല ബുക്കുകളും പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണെങ്കിൽ അതും ചെയ്തു കൊടുക്കും. അത് അറബി, ഇംഗ്ലീഷ്, മലയാളത്തിൽ ഉള്ളത് എന്തെങ്കിലും അറബിയോ ഇംഗ്ലീഷോ ആക്കണമെങ്കിൽ അത് ചെയ്തു കൊടുക്കും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കും എന്നുള്ള കാര്യം നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാണ്. അങ്ങനെ വല്ല വർക്കുകളും ആവശ്യമായി വരുന്നവർ ഒരു ടെലിഫോൺ കോൾ കൊണ്ട് അത് സാധ്യമാവും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ടെലിഫോൺ കോൾ കൊണ്ട് സാധ്യമാവുക എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് എല്ലാം ചെയ്തു കൊടുക്കും. അപ്പോൾ ഓൺലൈനായിട്ട് തന്നെ അതിൻ്റെ പേയ്മെൻറ്റും നടത്താൻ കഴിയും എന്ന കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.